ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വീണ്ടും ഒരു മാഞ്ചസ്റ്റർ യാത്ര വരികയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. കുഞ്ഞിന് വേണ്ടി കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കണം. പാർവതി പറഞ്ഞു വേറെ ആർക്കും വേണ്ട, പിന്നെ മോൾക്ക് മാത്രം മതി, ഫാൻസി ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സ് വേണം പറഞ്ഞു. അപ്പോൾ അത് ഞാൻ വെച്ച് കല്യാണി പോയി വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു, ലൈ മോൾക്കുള്ളത്. പിന്നെ കുറച്ച് ബേക്കിങ്ങിൻ്റെ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് സൂപ്പർ റെഡ് കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടില്ല, നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ ട്രിപ്ലറ്റ്സിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സാധാരണ എല്ലാ ബർത്ത്ഡേ ഞാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ കേക്ക് ഉണ്ടാക്കുന്നത് ഞാനാണ്. ഒരു പ്രാവശ്യമാണ് ഞാൻ മിസ് ചെയ്തത്. അപ്പോൾ 3 കേക്ക്സൊക്കെ പ്ലാൻ ചെയ്ത് പാർവതി എനിക്ക് ഡിസൈനൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ സ്റ്റെയിൻസിലൊന്ന് പോകണം, കല്യാൺ സ്റ്റെയിൻസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യം. പിന്നെ മുടി സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്, അത് പിറ്റേ ദിവസമായിരിക്കും, നാളെ. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. എന്നിട്ട് നാളെ ഹെയർ സെറ്റ് ചെയ്യാൻ പോകണം, പിന്നെ പെട്ടി എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യും. 10 ഡേയ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. പക്ഷേ ഞാൻ കുടുംബങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, അതൊരു കാര്യം. പക്ഷേ അവിടെ ചെന്ന് ആ കുഞ്ഞുങ്ങളെ കാണാം, പാർവതിയുടെ. പക്ഷേ അവർക്ക് സ്കൂളുള്ള ടൈമാണ്, അപ്പോൾ ഡേ ടൈം ഒന്നും കാണില്ല, വീക്കെൻഡേ കിട്ടുള്ളൂ. വൈകുന്നേരം വരുമ്പോൾ പിന്നെ അവർ ടയർഡായിരിക്കും. ഇച്ചിരി നേരം കഴിയുമ്പോൾ അവർ ഉറങ്ങാൻ പോകും. പിന്നെ അതുപോലെ പാർവതിക്കും വർക്കിംഗ് ടൈമാണല്ലോ അവർക്ക് എല്ലാവർക്കും. വർക്ക് ഫ്രം ഹോം ഉണ്ട്, കുറച്ച് സമയമൊക്കെ കിട്ടും. കുറച്ചൊക്കെ ഒന്ന് വെളിയിലൊക്കെ പോകാം. പാർവതിക്ക് ഓഫീസുള്ള ദിവസമാണെങ്കിൽ ഞാനൊന്ന് അങ്ങോട്ട് സിറ്റി സെൻറ്റർ ഭാഗത്ത് പോയാൽ മതിയല്ലോ, കുറച്ചൊക്കെ കറങ്ങാൻ പറ്റും. അപ്പം ചെറിയ കാര്യങ്ങൾ 10 ഡേയ്സ് യാത്ര. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ ഇന്നത്തെ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ചെറിയ ഷോപ്പ്. ഞാനിപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുവാണ്. ഓക്കെ, നമ്മൾ ആദ്യം കല്യാൺ സിൽക്സ് അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. മതിയാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി പൊക്കമുണ്ട്. ഇത്രയും ഈ ഹൈറ്റ് മതിയാവോ? 5 തൊട്ട് 6 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലേ? അപ്പോൾ നമ്മുടെ ലയൊക്കെയുള്ള ഡ്രസ്സ്, ഫാൻസി ഡ്രസ്സസ്. ഓക്കെ, ഇതുപോലത്തെ ഇതിപ്പോൾ ഇട്ട ഫാഷനാണോ അത്? ഓക്കെ, അതിൻ്റെ പിങ്ക്, ബ്ലൂ, വേറെ എന്താണല്ലേ, ഗൗൺ സ്റ്റൈൽ അല്ലേ? ഫാൻസി ഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ കിട്ടാത്ത ടൈപ്പ് ഡ്രസ്സ് എടുക്കണം. അത് തരക്കേടില്ല, ഇങ്ങനെ വരും അല്ലേ? ഓക്കെ, ദാറ്റ്സ് നൈസ്. കോട്ട് വരും, അത് വേണ്ട, കോട്ട് വേണ്ട. സ്ലീവ്ലെസ് ആയിട്ടുള്ള അങ്ങനത്തെ ഒക്കെ മതി, വലിയ ഇത് വേണ്ട. ഇതെന്തായാലും ഒരെണ്ണം എടുക്കാം. പ്ലസ് ഇതെല്ലാം ഭയങ്കര ഓവറായിട്ട് ഭയങ്കര ഇനി ഫ്രോക്സ് കൂടി കുറച്ച് കാണിക്കോ? കോട്ടൺ അല്ല, ഇങ്ങനെ ഫാൻസി ടൈപ്പ് അല്ല. ഇന്നറുണ്ടോ? ഓ, വിത്ത് ഇന്നർ അല്ലേ? ഇത് പക്ഷെ സ്ലീവ് ഉള്ള ടൈപ്പ് അല്ലേ? കുഞ്ഞ് പഫ് സ്ലീവ് വരും. പഫ് സ്ലീവ് ആണോ? ചെറിയൊരു ഇതിപ്പോൾ ഒരു പുതിയ സ്റ്റൈലാണ്. ഇങ്ങനത്തെ ഒരു കളർ ഭയങ്കര ഗ്ലേസിങ് ആയിട്ട് ഇങ്ങനെ തോന്നുന്നത്. ഇതിപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ്. മനസ്സിലായി, ഈ ടൈപ്പ്. ഓക്കെ, ക്യൂട്ടായിരിക്കുന്നു. നൈസ്. വിലയെല്ലാം ഒരു 1000 ആ റേഞ്ചിൽ വരും. പല റേറ്റാണ്. 1500, 1400. ഓക്കെ, ഇതും കൂടെ അല്ല വയ്ക്കാം കേട്ടോ. ഇതെന്താണ് സംഭവം? ഫ്രോക്ക് അല്ലേ? സ്ട്രെയിറ്റ് കട്ട് അല്ലേ?
അത് ഇത് വലുതോ ചെറുതോ ആണോ? സെയിം. ഏത് കളേഴ്സ് ഉണ്ട് ഇതിന്? യെല്ലോ മാത്രമേ ഉള്ളൂ. എടുത്തു. പിങ്ക് ഉണ്ട്. എന്തായാലും കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് മോൾക്ക്. പക്ഷെ ഞാൻ സാരി ഇപ്പോൾ ആടി സെയിൽ നടക്കുകയാണല്ലേ, സാരിയുടെ സെക്ഷനിലൂടെ ഒന്ന് കയറാം. ഇതെല്ലാം എന്താ പറയാ, ജോർജറ്റോ? ജോർജറ്റ് മനസ്സിലായി. ഷിഫോൺ ഇല്ല, എല്ലാം എടുക്കണ്ട. ഞാനിങ്ങനെ നോക്കിയിട്ട്. ക്രേപ്പ് വേണ്ട. ഇതൊക്കെ ഏതിൽ വരും? ഏത് പാറ്റേൺ ആണ്? ഏത് മെറ്റീരിയൽ? ബനാറസി ടൈപ്പ് ചെക്ക്. ഇത് ആഫ്റ്റർ ഡിസ്കൗണ്ട് എത്ര? ബനാറസി ടൈപ്പ് അല്ലേ, വിത്ത് ബ്ലൗസ്. ഇതൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് വരുന്നത്? ബ്ലൗസ് പീസ് ഏതോ 1000 എത്ര വരും അപ്പോൾ ആഫ്റ്റർ ഡിസ്കൗണ്ടോ? ബനാറസി ടൈപ്പാണ് ഇതെല്ലാം. അതിൻ്റെ ഒരു വെറൈറ്റി. ഇതെന്താ ചെട്ടിനാട് കോട്ടണോ? ഓക്കെ, കളർ നൈസ്. ഇതെന്താ പ്രൈസാ? ആഫ്റ്റർ ഡിസ്കൗണ്ട് പറയണേ. ഇല്ല, ഇല്ലാത്ത പീസാണ്. 899 ഉള്ളൂ കേട്ടോ. വിത്തൗട്ട് ഡിസ്കൗണ്ട് തന്നെയാണ് ഇത്. ഡിസ്കൗണ്ട് പീസ് അല്ല, സെപ്പറേറ്റ്. നൈസ് ഫുറ്റ്, നൈസ്. 899 മാറ്റി വയ്ക്കണം. ഇതും ഡിസ്കൗണ്ടിൻ്റെ അല്ല, അല്ലാതെയാണ്. ദിസ് ഈസ് നോർമൽ കോട്ടൺ. എനിക്കിത് ഇത് വീതിയില്ലല്ലോ. പക്ഷേ ഇത് വീതി കുറവാണോ? ഇത് അത് പറയും. ഞാൻ അതിൽ നോക്കുന്നത് ഡാൻസിൻ്റെ മെറ്റീരിയലാണ്. കളർ കോമ്പിനേഷൻ ഇസ് നൈസ്. സെമി ലിനൻ. എന്താ പ്രൈസ് അത്? ഇതിങ്ങനെ ഫ്ലോ ചെയ്ത് കിടക്കും. ദിസ് ഇസ് 2000 ആണ് കാണിക്കുന്നത്. 2160. ഇത് ഡിസ്കൗണ്ട് ഇല്ലാത്തതല്ലേ? ഉണ്ടോ? എത്രയാ? 20%. ഓക്കെ, സോ ദാറ്റ് കംസ് ടു. അപ്പോൾ ഇത് 200 രൂപ കുറയുമായിരിക്കും. അല്ല, 200 അല്ല, 400 കുറയും ഓൾമോസ്റ്റ്. ഇതൊക്കെ എന്ത് മെറ്റീരിയൽ അപ്പോൾ? സെമി ബനാറസി. ഓക്കെ, ഇത് ബ്ലൗസ് പീസാണ്. ഓക്കെ ഓക്കെ. ഇതും ഇതുണ്ടോ പെർസെൻറ്റേജ്? ഓക്കെ, 20%. ഇതൊക്കെ കോട്ടൺ. ഇതൊക്കെ എത്ര രൂപയുടെയൊക്കെയാ? 875. ഓക്കെ. ഇത് ഡിസ്കൗണ്ടിനുള്ളതാണോ അതോ വിത്തൗട്ട്? റെഗുലറാണ്. ഓക്കെ. അല്ലാണ്ട് പ്ലെയിൻ പിന്നെ കോട്ട സാരീസ് ഉണ്ടോ? കോട്ട ടൈപ്പ് ഇല്ല. കോട്ട അല്ല, കോട്ട സാരീസ്, നെറ്റ് കോട്ട അതെവിടെയായിരിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, നോക്കാം അവിടെ. ഇപ്പോഴത്തെ സ്റ്റെയിൻസ് കടയുടെ ഫ്രണ്ടിൽ. സ്റ്റെയിൻസിനകത്ത് മറ്റേ നമ്മുടെ ബേക്കിംഗ് സെക്ഷനിലാണ്. അപ്പോൾ കുറച്ച് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ സൂപ്പർ റെഡ് കളർ, നമുക്ക് റെഡ് വെൽവെറ്റിന്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുട്ടികളുടെ ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമുള്ള അത്യാവശ്യം കാര്യങ്ങൾ വാങ്ങിക്കുക. കേക്ക് ബോർഡ് ഇതായിരുന്നല്ലേ? ഇങ്ങനെ ഇത് മാറ്റാൻ പറ്റുന്നത് അതല്ലേ? ഓക്കെ. അപ്പോൾ ഏത് സൈസിലൊക്കെ ഉള്ളത്? അപ്പോൾ ഈ സൈസും വേണം. ഇതിൻ്റെ ഒരു 3 എണ്ണം വേണം. ഇതിൻ്റെ തൊട്ട് താഴെ ഉള്ളതും. ഓക്കെ. കേക്ക് ബോർഡ് വാങ്ങിച്ചു.
പിന്നെ കളർ മിസ്റ്റിൻ്റെ ആണ് കിട്ടിയിരിക്കുന്നത്, റെഡ് മറ്റേ സൂപ്പർ റെഡ് ഷെഫ് മാസ്റ്ററിൻ്റെ ആണ് മേടിക്കാൻ വന്നത്, അത് കിട്ടിയില്ല, അത് തീർന്നു പോയി. എന്നുണ്ടെങ്കിൽ 2-3 മേടിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ശരിയാവും അറിയില്ല. ഇതൊക്കെ ഞാൻ അവിടെ നോസിൽസൊക്കെ മേടിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്രാവശ്യം പോകുമ്പോൾ എനിക്കറിയില്ല അതൊക്കെ എവിടെ ഇരിക്കുന്നു, അതുകൊണ്ട് വീണ്ടും കുറച്ച് മേടിച്ചുകൊണ്ട് പോകാം. ഇതൊക്കെയാണ് പരിപാടി. ഇവിടെ ഈ ക്രിസ്മസ് സീസൺ ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ സ്റ്റോക്ക് എല്ലാം ഒക്കെ വരുന്നത്. ഇതിപ്പോൾ ഓഫ് സീസണാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ എല്ലാം സെക്ഷൻ വൈസ് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ഈ ബേക്കിങ്ങിനെ വേറൊരു ഏരിയയിലേക്ക് ആക്കി. കേക്ക് ടിൻസ് നോക്കി എൻ്റെ അമ്മയെ എന്തോരം ഉണ്ട്, ഫുൾ ഈ സെക്ഷൻ മൊത്തം ഇത് തന്നെ. ഇന്നാണെങ്കിൽ വലിയ തിരക്കില്ല, അതൊരു വലിയ ഭാഗ്യം ഈ സമയത്ത്. ഓക്കെ, കുറച്ച് നേരം ഇരുട്ടി തുടങ്ങി, സന്ധ്യാസമയമായി, 6:15 6:30 ആകാറായി. ഓക്കെ പോട്ടെ, ഇനി വീട്ടിൽ പോകാം. ഇന്ന് ഞാൻ പോകുന്ന ദിവസമാണ്, ഇന്ന് രാത്രിയാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ രാവിലെ അല്ല, ഉച്ചയായി. നമ്മൾ ഫെയറിലേക്ക് പോകണം. ഓക്കെ, ഫെയറിൽ പോയിട്ടൊന്ന് ഹെയറൊക്കെ ഒന്ന് കളറിങ് ആൻഡ് സെറ്റിങ് പോയിട്ട്. അങ്ങനെ മാഞ്ചസ്റ്ററിലേക്ക് പോകാനുള്ള ലാസ്റ്റ് മിനിറ്റ് തയ്യാറെടുപ്പുകളാണ്. ഇന്നലെ തൊട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടുവല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഹെയറൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നു, പക്ഷേ ഞാൻ മുടി കെട്ടി വെച്ചിരിക്കുവാണേ. കാരണം ഇങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്തോണെങ്കിൽ വീണ്ടും തലയൊക്കെ വേർക്കും. ഓക്കെ, അപ്പോൾ പാക്കിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇതാണ് മെയിൻ പെട്ടി, ഒരെണ്ണം കൊണ്ടുപോകണം. 35 kg എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ദിസ് ഈസ് മൈ സ്മോൾ ബാഗ്, ഹാൻഡ് ബാഗേജ് ആൻഡ് മൈ സ്മോൾ ഷോൾഡർ ബാഗ്. ഇതാണ് പ്ലാൻ. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞിനുള്ള കുറച്ച് എക്സ്ട്രാ ഉടുപ്പ്, പാർവതിക്കൊന്നും ഒരു സാധനവും വേണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് ചിപ്സ് മാത്രം ഞാൻ എൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ ഞാൻ കൊണ്ടുപോകണം, അത്രേ ഉള്ളൂ. പാർവതി ഇപ്പോൾ ഹൈ പ്രോട്ടീൻ ഡയറ്റാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇപ്പോൾ ഹെൽത്ത് നോക്കുന്ന കൂട്ടത്തിലാണല്ലോ. ഓക്കെ, പിന്നെ എല്ലാ സാധനവും അവിടെ കിട്ടും, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. മാത്രമല്ല ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കാനും കൂടിയല്ലേ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ കേക്കായിരിക്കും ഞാൻ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ആദ്യത്തെ ഫോക്കസ് അതാണ്. 3 ഇമ്പോർട്ടൻറ്റ് കേക്ക്. അതിൽ എന്തായാലും ഒരു റെഡ് വെൽവെറ്റ് ഉണ്ടാകും, ഒരെണ്ണം എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് കാണും മിക്കവാറും. അങ്ങനെ ഒരു 3 കേക്ക്സ് വിത്ത് ഇപ്രാവശ്യം മെർമെയ്ഡ് തീമാണ് മോൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആ തീമിന് സാധനങ്ങളൊക്കെ ഞങ്ങൾ ഓൺലൈനായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ മേടിക്കും. ഐ എം എക്സൈറ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം എൻ്റെ പുടുവിനെ മിസ് ചെയ്യുന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പുടുവിനെ ഇപ്പോൾ പുടു ഇല്ലാത്ത സമയത്താണ് ഞാൻ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണു പുടുവിനെ പ്ലേ ഏരിയയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോകുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങളെ കാണാം. പക്ഷേ അവർക്കിപ്പോൾ വർക്കിംഗ് ഡേയ്സാണ്, ഹോളിഡേയ്സ് അല്ല. അത് കാരണം അവരെ പകലൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. ഈവനിങ് സ്കൂളിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. പക്ഷേ അവരൊക്കെ നേരത്തെ കിടന്നുറങ്ങുമല്ലോ. വീക്കെൻഡ് കിട്ടും. പിന്നെ പാർവതിയും അശ്വിനും ഒക്കെ വർക്കിംഗ് ടൈമാണ്, ഹോളിഡേയ്സ് അല്ല. പിന്നെ വീട്ടിലിരുന്ന് കുറേ നേരം വർക്ക് ചെയ്യുന്നുണ്ടാവും, വർക്ക് ഫ്രം ഹോം. ഞാൻ ബിസി കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മുടെ വ്ളോഗൊക്കെ അപ്പോൾ അവിടെ വെച്ച് നമുക്ക് എടുക്കാം. കുറേ കാര്യങ്ങൾ പറ്റുന്ന പോലെയൊക്കെ 10 days നമുക്ക് ഭയങ്കര എന്താ പറയുക രസകരമാക്കാം. മോളെ എങ്ങനെ സമാധാനിപ്പിക്കുന്നറിയില്ല. 2-3 ദിവസമൊക്കെ ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു 10 days എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എങ്ങനെയായിരിക്കും. എനിവേ അത് കഴിഞ്ഞു. അപ്പോൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ലാസ്റ്റ് മിനിറ്റ് എന്തൊക്കെ വേണം ചെക്കിങ്ങാണ്. എന്തെങ്കിലും മറന്നുപോയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പുടുവും വിഷ്ണുവൊക്കെ വരും, അനു കടയിൽ നിന്ന് വരും. അതെല്ലാം കഴിഞ്ഞ് രാത്രി 12-1 മണി കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നുണ്ടാവുള്ളൂ എയർപോർട്ടിലേക്ക്. ഇഷ്ടംപോലെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഒരു മാഞ്ചസ്റ്റർ യാത്ര കുറേ നാൾക്ക് ശേഷം, എനിക്കൊന്ന് മോർ ദാൻ 1.5 years ആയി തോന്നുന്നു ഞാൻ പോയിട്ട്. ഇതൊരു ഷോർട്ട് ട്രിപ്പാണ്, ഒഴിച്ച് വരാം അല്ലേ. കാര്യങ്ങളൊക്കെ ബാക്കിയെല്ലാം എടുത്ത് വയ്ക്കട്ടെ. സത്യം പറഞ്ഞാൽ ഈ ബാഗിൽ ഇത്ര സാധനമേ ഉള്ളൂ. ഈ ബാഗിൽ ആക്ച്വലി പറഞ്ഞാൽ കുറച്ച് എംറ്റി ആയിട്ടാണ് പോകുന്നത്. ഒന്നുമില്ല, 1-2 ചെറിയ സാധനങ്ങളെ ഇട്ടിട്ടുള്ളൂ. എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം. സാധാരണ സ്ഥലം തികയാറില്ല. ഇപ്രാവശ്യം ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ദിസ് ഈസ് മൈ അതർ 2 bags. ഓക്കെ, ഷോൾഡർ ബാഗാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വെക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോൾ ടൈം 1:45. എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നു. വിഷ്ണുവാണ് കൊണ്ടുവിടുന്നത്. യെസ്, കുടുമോള് ഉറങ്ങുന്നു. അതുകൊണ്ട് അനുവിന് കൂടെ വരാൻ പറ്റില്ല. ഗോചേട്ടനും കിടന്നു. ഓക്കെ, ഞങ്ങൾ മാത്രം പോകുന്നു. ഡ്രോപ്പ് ചെയ്തിട്ട് വിഷ്ണു ഉണർന്നിരിക്കുകയാണ്.
4:30 ഫ്ലൈറ്റ്. ഓക്കെ, 4:30. ബാഗൊക്കെ എടുത്ത് വെച്ചു. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. ഓക്കെ, ഈ ഗുഡ് ബൈസ് ഓൾവേസ് സാഡ് ആണ് എല്ലാവർക്കും. ഇവിടെ ഒരുപാട് പേര് യാത്ര അയക്കാൻ വന്നിരിക്കുന്നവരുടെ മനസ്സിൽ യാത്ര അയക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടമാണല്ലോ. തിരിച്ചു വരുമ്പോൾ അറൈവലിൻ്റെ അവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷവും കാണും. ഇതിപ്പോൾ ഡിപ്പാർച്ചർ ഏരിയയിലാണ്. എല്ലാവരും വിഷമത്തിൽ ഇങ്ങനെ ആൾക്കാരെ ബന്ധുക്കളെ യാത്ര അയക്കുന്ന തിരക്കിലാണ്. വിഷ്ണു എൻ്റെ ട്രോളി എടുക്കാൻ പോയിട്ടുണ്ട്. അതിൽ വെച്ചിട്ട് ബാഗ് കയറ്റി വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറും. ഓക്കെ, ചെക്ക് ഇൻ കഴിഞ്ഞു. ഞാൻ ബോർഡിംഗ് പാസ്സൊക്കെ ആയിട്ടിനി മേളിലേക്ക് കയറാം. സെക്യൂരിറ്റി ചെക്ക് ഇൻ കഴിഞ്ഞു. ഓക്കെ, ഗേറ്റ് 6 ആണ്. അത് 4:30 ആണല്ലോ അല്ലേ? 4:15. ഓക്കെ, നമ്മൾ ഫ്ലൈറ്റ് നേരത്തെ വരുന്നതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിപ്പാർട്ട് ചെയ്യും. ഓക്കെ, ഓക്കെ. മദർസിൻ്റെ ഫ്ലൈറ്റ് അവിടെ കിടക്കുന്നുണ്ട്. എത്തിഹാദിൻ്റെ ഒരു എന്താ പറയുക ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ഫ്രം ട്രിവാൻഡ്രം ടു അബുദാബി എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ടാവും എന്തായാലും. ഒരു 4 മണിക്കൂറിനുള്ളിൽ നമ്മൾ അബുദാബി. ഈ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. സമയമായി. انتباه جيدا أثناء عرض تعليمات السلامة الخاصة بهذه الطائرة. It is eliminated to adjust, pull on the strap. This is toast with the caramelized banana, strawberry, cream, muffins, croissant, cereal, and fruits. നേരം വെളുത്തു. ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആണ്. നോക്കി, രാവിലത്തെ സൂര്യോദയം. ബ്യൂട്ടിഫുൾ. ഇങ്ങനെ മേഘങ്ങളും ക്ലൗഡ്സും. എന്തൊക്കെ ഭംഗിയുള്ള ബ്ലൂ സ്കൈ ആൻഡ് ഓറഞ്ച് ടിന്റ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലാൻഡിങ് ടൈം. ദേ നോക്കൂ, അബുദാബി നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നു. ഇവിടുത്തെ സമയം 6:55 എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തിട്ടുണ്ട് ട്രിവാൻഡ്രം. നമ്മൾ ലാൻഡ് കണ്ടുവാണെങ്കിൽ ഓൾമോസ്റ്റ് ലാൻഡിങ്. ബിൽഡിങ്സ് എല്ലാം നമ്മുടെ ഫ്ലൈറ്റ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് അബുദാബി. ഓ നൈസ്. എല്ലാം ഒരേ പാറ്റേൺ അല്ലേ? നോക്കിയേ, ബിൽഡിങ്സ് എല്ലാം അതിൻ്റെ പ്ലോട്ട് സ്ക്വയർ പ്ലോട്ട്സ്.
ലോട്ട് ബിൽഡിങ്സ് എല്ലാം ഒരു ഭയങ്കര ഒരു സിമെട്രിക്കൽ പാറ്റേൺ. ഇടയ്ക്കിടയ്ക്ക് മോസ്ക് കാണാം, പള്ളികൾ കാണാം, കളർ സ്കീമും ഒക്കെ കറക്റ്റ് എല്ലാവരും. وتنقلون إلى رحلة أخرى عبر أبو ظبي يجدد على الأفتات المؤجلة في الرحلات. كنتم مسافرين في طرف الأعمال أو كنتم أعضاء برنامج حادثة الزمردية البلدانية أو الذهبية. അബുദാബി എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ഒന്ന് ഫ്രഷായിട്ട് നമുക്ക് ട്രാൻസ്ഫേഴ്സിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഷ്റൂമിൽ കയറി, വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ എല്ലാം ഫ്രഷായി, എല്ലാം മേക്കപ്പ് ഒക്കെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ട്രാൻസ്ഫർ അങ്ങോട്ട് നടക്കാണ്ട് തന്നെ നമുക്ക് പോകാനായിട്ട് വാഹനങ്ങളുണ്ട്, ധാരാളം ബഗീസ്. വേണമെങ്കിൽ അതിൻ്റെ സഹായം ചോദിക്കാം. എനിക്കൊരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ കണക്റ്റിംഗ് ഫ്ലൈറ്റ്. അപ്പോൾ സത്യം പറഞ്ഞാൽ 7 hours ഫ്രീ ആയിട്ട് ഇവിടെ നടക്കാം. ഇപ്പോൾ നമ്മുടെ ചാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല ട്രാൻസ്ഫർ ഇൻഫർമേഷൻ. സോ വി ഹാവ് ടു വെയിറ്റ്. ഇപ്പോൾ ട്രാൻസ്ഫേഴ്സ് ഇവിടെയാണ്. സെക്യൂരിറ്റി ചെക്ക് ഇൻ ആയി കഴിഞ്ഞു. അതായത് ട്രാൻസ്ഫർ ഡെസ്കിലൂടെ കടന്നുപോയി എല്ലാം സെക്യൂരിറ്റി എല്ലാം പരിശോധന കഴിഞ്ഞു. ബാഗ്സ് എല്ലാം, ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. യെസ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എയർപോർട്ട്. കൊള്ളാലോ, അബുദാബി എയർപോർട്ട് ഇസ് ബ്യൂട്ടിഫുൾ. താഴേക്ക് പോവാം. എത്തിഹാദിൻ്റെ ബിസിനസ് ലോഞ്ച് അന്വേഷിച്ചാണ് പോണ്. യെസ്, ഇതവരുടെ ഫസ്റ്റ് ക്ലാസ് ലോഞ്ച് എൻ്റെ തൊട്ടപ്പുറത്താണ് പറഞ്ഞു. ഓക്കെ, നോക്കട്ടെ. അബുദാബി ഡ്യൂട്ടി ഫ്രീ. അങ്ങനെ അബുദാബി എയർപോർട്ടിൽ കിടന്ന് കറങ്ങുന്നു. ലോഞ്ചൊക്കെ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ബിസിനസ് ലോഞ്ച്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, സ്ഥലം മനസ്സിലാക്കി അതിൻ്റെ പരിസര പ്രതീക്ഷകളിൽ ഇരിക്കുന്നു. ഇവിടെ കുറേ ഓപ്പണായിട്ടിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ബാക്കിൽ കുറേ എന്താ പറയുക ഡ്യൂട്ടി ഫ്രീ കാര്യങ്ങൾ, ഇലക്ട്രോണിക്, കുറേ ഷോപ്പിംഗ് ഏരിയാസിൻ്റെ ഇടയിലാണ്. ഭക്ഷണം കഴിക്കണം തോന്നുന്നു, എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിക്കുന്നതാണ്. കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, കുറേ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡുകളുടെ, അത് എവിടെ നിന്നെങ്കിലും കഴിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. കാര്യം നമ്മുടെ ഫ്ലൈറ്റിന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് ടു മാഞ്ചസ്റ്റർ ഉള്ളി ഒരു ഏകദേശം ഒരു ഉച്ചയാവും. ഇതിപ്പോൾ രാവിലെ 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. സംവേർ അറൗണ്ട് 2 മണിയാണെന്ന് തോന്നുന്നു ഇനി അടുത്ത കയറുന്നത്. ഒരു 7 മണിക്കൂറിൻ്റെ സ്റ്റോപ്പ് ഓവറാണിത്, ഈ ഒരു ട്രാൻസിറ്റ് ടൈം. പക്ഷെ കുഴപ്പമില്ല. ഈ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പോകുന്നു വരുന്നു പല ഡെസ്റ്റിനേഷൻസിലേക്ക്. പിന്നെ എൻ്റെ ഗേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ഗേറ്റ് അനൗൺസ് ചെയ്യണത് ഏകദേശം ഒരു 12 മണി കഴിയുമ്പോൾ. അതുവരെ വെയിൽ ജസ്റ്റ് റൂം അറൗണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ. ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ഈസ് ഗുഡ്. നല്ല ഫുഡായിരുന്നു, സ്പെഷ്യൽ ഫുഡാണല്ലോ ബിസിനസ്. അതിനെ പ്രിഫറൻസ് കിട്ടും എല്ലാ കാര്യത്തിനകത്ത്. കയറുന്ന സമയം ഇറങ്ങുന്ന സമയം കുറച്ചുകൂടെ ലെഗ് സ്പേസും കുറച്ചുകൂടെ നല്ല സീറ്റിംഗ് ആണ്, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ട്രിവാൻഡ്രം ടു അബുദാബി സെക്ടറിൽ ചെറിയ ഫ്ലൈറ്റ് അല്ലേ, ഏതാണ്ട് 4-6 സീറ്റേ ഉള്ളൂ ബിസിനസ് ക്ലാസ്സിൽ. അത്രയും ചെറിയ ഫ്ലൈറ്റാണ്. പക്ഷേ ഇനി ഇവിടുന്ന് ഓൺവേർഡ് കുറച്ച് നല്ല ഗംഭീരമായിരിക്കും മാഞ്ചസ്റ്റർ. അത് ഏതാണ്ട് ഒരു 7 മണിക്കൂറോളം ട്രാവൽ ചെയ്യണം. എനിക്ക് കുറച്ച് വെയിറ്റിംഗ് ടൈം കൊണ്ട് ഞാനൊരു ബുക്ക് മേടിച്ചു. അപ്പോൾ കുറേ നേരം വായിക്കാമല്ലോ. ഇത് ഒരു റൊമാൻസ് ടൈപ്പ് ബുക്കാണ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ഓതറാണ്. ഇതൊരു പൈങ്കിളി എന്നൊക്കെ പറയും, ഡാനിയൽ സ്റ്റീൽ. പൈങ്കിളി സ്ഥലമാണ്, പക്ഷേ സമയം പാസ് ചെയ്യാൻ ബെസ്റ്റാണ്. കുറച്ച് സ്നാക്കിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ജ്യൂസും കുറച്ച് സ്നാക്സും മേടിച്ചു. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ പർച്ചേസ്. എല്ലാം മറ്റേ എന്താ പറയുക ജങ്ക് ഫുഡ് സ്റ്റൈലാണ്. ടാക്കോസ് എനിക്ക് ഇഷ്ടമാണ്, ചീസി വൺസ്. ഡിങ്കോ ഒരു പുതിയ സ്നാക്ക് മിക്സാണ്, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ മാംഗോ ജ്യൂസ് അത് കുഴപ്പമില്ല. അൽറവാബിന് എൻ്റെ പുസ്തകവും ഉണ്ട്. ഓക്കെ,
അപ്പോൾ വായിച്ചിട്ടിരിക്കാം, കഴിച്ചുകൊണ്ട് വായിക്കാം. ഇനി ഒരുപാട് സമയം എടുക്കും കേട്ടോ. ഏകദേശം ഇപ്പോൾ 9 മണിയായിട്ടുള്ളൂ. എനിക്ക് 2 മണിക്കോ പറ്റുള്ളൂ, 2-2:30 ആണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ്. ഓക്കെ, സോ ഐ ഹാവ് ടു വെയിറ്റ്. ഇതൊക്കെയാണ് പരിപാടി. ഓക്കെ, എൻ്റെ ഗേറ്റ് നമ്പർ അറിഞ്ഞു, B10. യെസ്, ഐ എം വാക്കിംഗ് ദാറ്റ് സൈഡ്. ഈ B ഗേറ്റ്സിൻ്റെ ഭാഗത്തേക്ക് നടക്കുകയാണേ, B10. ഇനി ഒരു 2 hours കൂടിയുണ്ട് ഫ്ലൈറ്റ് ഇവിടെ നിന്നുള്ള മാഞ്ചസ്റ്റർ. ജസ്റ്റിലേക്ക് 7.5 മണിക്കൂറുണ്ട്. ഇവിടെ നിന്ന് 2 hours നമ്മുടെ മാഞ്ചസ്റ്റർ ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. ഇതൊരു അടിപൊളി എയർപോർട്ടാട്ടോ, നോ ഡൗട്ട്. റെയിൻബോ കളേഴ്സാണ് സ്റ്റാർബക്സ്. പെർഫ്യൂം ഷോപ്പ്. എൻ്റെ ദൈവമേ, എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ ഇവിടെ. ഡ്യൂട്ടി ഫ്രീ. ഫയർ എത്തിക്കഴിഞ്ഞു. B10. ദിസ് ഇസ് ദ ഗേറ്റ്. ഫൈനലി ഞാൻ നമ്മുടെ ഗേറ്റിൻ്റെ അകത്ത്. ഇവിടെ വീണ്ടും ഒരു ചെറിയൊരു ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ, റാൻഡം ചെക്കിങ് ആണ്. അത് കഴിഞ്ഞു. വെയിറ്റിംഗ് ഫോർ ബോർഡിങ്. നൈസ്. ഇതോളാം 10B is good. ഇതാണ് നമ്മുടെ ഗേറ്റിൻ്റെ. ദിസ് ഇസ് അവർ ഗേറ്റ് 10B. കുറച്ച് ആൾക്കാരൊക്കെ വന്നോണെങ്കിൽ മാഞ്ചസ്റ്റർ ഫ്ലൈറ്റ്സ് എല്ലാം കണ്ടുകൊണ്ടിരിക്കാം. കുറച്ചായി 2-3 ചാപ്റ്ററൊക്കെ കഴിഞ്ഞു, അതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല. ഓക്കെ, ഒരു കംഫർട്ടബിൾ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇറ്റ്സ് നൈസ്. ഇത് നോക്കിയേ, എൻ്റെ പുതിയ നെയിൽസ്. ഇത് ആർട്ടിഫിഷ്യലാണ്. ഇത് സ്റ്റിക്ക് ഓൺ നെയിൽസ് ആണ് കേട്ടോ. സ്റ്റിക്ക് ഓൺ നെയിൽസ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഇളക്കി കളയാം. ഇവിടെ ഇപ്പോൾ സമയം 1:15. ഇവിടുന്ന് 2:15. ഇനി ഒരു 1 hour കഴിയുമ്പോഴാണ് നമ്മുടെ ചെക്കിങ്ങിന്. അതിന് 2:15 ടേക്ക് ഓഫ് ആണ്. ബോർഡിങ് സ്റ്റാർട്ടഡ്. കയറുന്നു. ഓക്കെ, യെസ്, ഇത്തിഹാദ്. എല്ലാം നല്ല ഫ്ലൈറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എമിറേറ്റ്സ് ആണ് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇതൊരു ചേഞ്ച്. ഓക്കെ, ബിസിനസ് ക്ലാസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 1. അതിന് സെപ്പറേറ്റ് കൗണ്ടർ. ആ സൈഡിൽ എക്കോണമി. അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിരക്ക് കുറച്ച് പോകാമല്ലോ. This is my seat and enclosure. അമ്മേ, 12K. ഇവിടെയാണ് ഞാനിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ക്യാബിൻസ് പോലെ കേട്ടോ ഇവരുടെ ഈ ഒരു. ഇങ്ങനെയാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്. കൊണ്ടും ഓക്കെയാണ്. മെനു, ആദ്യമേ മെനു ആണ് നോക്കുന്നത്. ബിവറേജസ് എന്ത് വേണമെങ്കിലും കിട്ടും കേട്ടോ. മോക്ടെയിൽസ്, ജ്യൂസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, വൈൻസ്, പിന്നെ അല്ലാണ്ട് ടോണിക് വാട്ടർ എല്ലാം ഉണ്ട്. ഹോട്ടും ഒക്കെ. സ്റ്റാർട്ടേഴ്സ്, ബ്രെഡ്സ് എല്ലാം കാറ്റാണ്. എന്താ കുറേ ടൈപ്പ് ഓഫ് ബ്രെഡ്സ്. സ്റ്റാർട്ടേഴ്സ് ഉണ്ട്, സലാഡ്സ്, സൂപ്പ്, അറബിക് സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. ബീട്രൂട്ട് ഹൂസ്, മുഹമ്മറ വിത്ത് വാൾനട്ട്സ്, കുറേ കാര്യങ്ങൾ. വോം ചീസ്, സ്പിനാഷ്, അങ്ങനെ കുറേ. ഇന്നിപ്പോൾ 1:45 2:15 നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുള്ളൂ. ഇപ്പോൾ മാഞ്ചസ്റ്ററിലെ സമയം 10:34 ലേറ്റായി പകൽ. അവിടുത്തെ ടെമ്പറേച്ചർ 22 ഡിഗ്രി.
മാഞ്ചസ്റ്ററിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണെന്നാണ് പറഞ്ഞ കേട്ടോ. ഹീറ്റ് വേവ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ബട്ട് നൗ ഇറ്റ്സ് ബെറ്റർ എന്ന് പറയുന്നു. 22 കാണിക്കുന്നത്. പക്ഷേ കൊള്ളാം കേട്ടോ ഈ പരിപാടി. മൊത്തത്തിൽ എനിക്കിഷ്ടമായി. ഞാൻ സാധാരണ ഞാൻ പറഞ്ഞില്ലേ എമിറേറ്റ്സ് ആണ് എപ്പോഴും വരും. പക്ഷേ ഇത് അതായത് ഇത്തിഹാദിൻ്റെ ട്രിവാൻഡ്രം ടു അബുദാബി സെക്ടർ അത്ര കേമൊന്നുമല്ല. അവരുടെ ബിസിനസ് ക്ലാസ്സും വലിയ മെച്ചമില്ല. ബട്ട് ദിസ് ഇസ് ഗുഡ്. ഈ ലാർജർ സെക്ടർ ഇസ് ഗുഡ്. അതായത് അബുദാബി ടു മാഞ്ചസ്റ്റർ ഗംഭീരം. നല്ല ഫുഡ്, നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല ചെക്കിങ് ആൻഡ് പ്രൊസീജിയർ, നല്ല എയർപോർട്ട്, എവറിത്തിങ് ഈസ് ഗുഡ്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഫുഡ് പറയുന്നതല്ലേണ്. ഐ ലൈക്ക് ഇറ്റ്. അശ്വിനും എനിക്ക് തോന്നുന്നു ആയുഷും ഒന്നിച്ചായിരിക്കും വിൽക്കാൻ വരുന്നത്. Your seatbelt must be fastened whenever the seatbelt sign is illuminated. To fasten, ഓക്കെ മൂവ് ചെയ്ത് തുടങ്ങി കേട്ടോ. to adjust, അനൗൺസ്മെൻറ്റ്സ് വന്നു. ഇപ്പം നോക്കിയേ ഡാർക്ക്നെസ് ഒക്കെ പോയി, ലൈറ്റപ്പ് ആയി. യെസ്, ടേക്ക് ഓഫ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. സക്സസ്ഫുൾ ടേക്ക് ഓഫ്. ഭംഗിയായിട്ട് നടന്നു. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയ്യോ കടലൊക്കെ കാണും. കിടന്ന് ഉറങ്ങണമെങ്കിലും ഉറങ്ങാം. എല്ലാം കൊണ്ട് കൊള്ളാം. അടിപൊളി. എനിക്കിഷ്ടമായി. ഓക്കെ, ഇത്തിഹാദിൻ്റെ ബിസിനസ് ക്ലാസ് ഗുഡ് എക്സ്പീരിയൻസ്. നമ്മുടെ വീട്ടിലെ കട്ടിലെ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്നത് പോലെ വെരി കംഫർട്ടബിൾ. ഞാൻ ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോകുമെന്നാണ് എൻ്റെ സംശയം. എഴുന്നേറ്റിരുന്നു. എന്താ അറിയാമോ? ജ്യൂസ്. This is roasted almonds, makhana and cashew nuts. It's a big quantity. Sorry? Large quantity. Yes, enjoy. ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര സർവീസാണ്. ദിസ് ഇസ് സൂപ്പാണ്. ഫസ്റ്റ് കോഴ്സ് നോക്കിയേ. പ്രസൻറ്റേഷൻ ഇത് വിത്ത് ക്യാൻഡിൽ. ഓ, ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലെ. നല്ല ഇത് ഡിന്നറാണേ. പുറത്തെ കാഴ്ച കൂടി കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഓക്കെ, ഈ ലാൻഡിൻ്റെ മുകളിലൂടെയാണ്. ഇത് എവിടെ അതൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ലൊക്കേഷൻ ഇതാണ്. ദിസ് ഇസ് ദ ലാൻഡ്സ്കേപ്പ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. ക്യാൻഡിൽ ലൈറ്റ് ആവണമെങ്കിൽ ഇരുട്ടാകണം, അത്രേ ഉള്ളൂ. പക്ഷെ ദേ ആർ സെർവിങ്. അങ്ങനെ ഏരിയയില്ല. ഇതിപ്പോൾ മെയ്ഡ് ഇൻ UAE. ഇത് സോൾട്ട് ആൻഡ് പെപ്പർ. വരുന്ന നോക്കൂ എന്ത് ഏത് ബോക്സിലാണ്. entirely different. ഓക്കെ, ഇത് മെയിൻ കോഴ്സിൽ വരുന്നതാണ്. മെയിൻ ഫുഡാണ്. അപ്പോൾ സെക്കൻഡ് കോഴ്സായിട്ട് ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, മെയിൻ കോഴ്സ്. ഇതിപ്പോൾ
സാഫ്രൺ റൈസാണ്, കുങ്കുമപ്പൂവൊക്കെ ചാലിച്ച് റൈസ്. പിന്നെ ഗ്രിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്, തക്കോ സോസ് ഉണ്ട്, ചാർക്കോൾ ഗ്രിൽഡ് ചിക്കൻ കോഫ്താസ് കണ്ടില്ല. പിന്നെന്താ ഫ്രൈഡ് ഒണിയൻസും മിൻറ്റുമാണ്, മിൻറ്റ് യോഗട്ടുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അക്കമ്പനിമെൻറ്റ്. ഓക്കെ, ഭയങ്കര ലാർജ് ക്വാണ്ടിറ്റിയാണ്. ലേക്ക് ഒണിയൻ സൂപ്പായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. അതിൻ്റെ കൂടെ ടോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, ബ്രെഡ് ബണ്ണൊക്കെ ആയിട്ടാണ് വന്നത്. ഓക്കെ, സോ പക്ഷേ എന്നാലും എല്ലാം കഴിക്കണമെന്ന് തോന്നി, എന്താണെന്ന് അറിയാനായിട്ട്. വീണ്ടും മേഘങ്ങളൊക്കെ നല്ല കാണാൻ പറ്റുന്ന ഞാൻ പറഞ്ഞാൽ ബിഫോർ ഫുഡ് കുറച്ച് നേരം ഏകദേശം ഒരു മണിക്കൂർ ഞാൻ ഉറങ്ങിപ്പോയി. വലിയ സുഖമായിട്ടാണ് ഉറങ്ങിയത്, അറിഞ്ഞില്ല. പതച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. അവർ വന്ന് അവർ പറയും ഞാൻ അപ്സ്റ്റേഴ്സ് വന്ന് പറഞ്ഞിട്ടു. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് നോക്കി, അപ്പോൾ ഷുഗർ സ്ലീപ്പിംഗ്, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. നമുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്ത ഫുഡ് എന്ന് വെച്ചിട്ടാണ് രണ്ടാമത് നോക്കുന്നത്. എല്ലാം ഒരു പേഴ്സണൽ അറ്റൻഷൻ, നമുക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന പോലെ ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ പേഴ്സണലായിട്ട് എനിക്കെല്ലാം നല്ല സർവീസും അവരുടെ പെരുമാറ്റം നല്ല നല്ല ലേഡിയാണ് കേട്ടോ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് ടു ഗുഡ്. ഞാൻ ആക്ച്വലി ഡിസേർട്ട് ലാസ്റ്റ് കുറേ നേരം കഴിക്കുമ്പോൾ അതിന്ന് പറഞ്ഞു, കാര്യം വയറ് ഫുള്ളായിപ്പോയി. കുറേ ഫുഡ് കഴിച്ചു, ലഞ്ച് നോക്കിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 1 hour ഉള്ളൂ നമ്മൾ മാഞ്ചസ്റ്ററിലെത്താൻ. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് ഡിസേർട്ട് സെർവ് ചെയ്തിരിക്കുന്നത്. സോ കുഴപ്പമില്ല, കുറേ നേരമായി, ഏകദേശം 2 hours കഴിഞ്ഞു ലഞ്ചെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ ഡിസേർട്ട് കൂടി കഴിച്ച് കഴിയുമ്പോൾ കുറച്ചൊരു 45 minute കൂടി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നേരെ മാഞ്ചസ്റ്റർ എയർപോർട്ടിലെത്തും. മോശമില്ലാത്തൊരു സ്മൂത്ത് ലാൻഡിങ് ആയിരുന്നു. നൈസ് ലാൻഡിങ്, വളരെ സ്മൂത്താണ്. സോ ലാൻഡഡ്. ഇനി എമിഗ്രേഷൻ ക്ലിയറൻസ്, അത് കഴിഞ്ഞിട്ട് ബാഗേജ്, പിന്നെ എന്തായാലും പുറത്തേക്ക് അശ്വിനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ കൂടെ ഈ യാത്രയിലുണ്ടായിരുന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ അവിടെ വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല, കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴേ ഞാൻ താങ്ക് യു പറയുകയാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന പോലെ തോന്നുന്നില്ല. നിങ്ങളുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് പോകുമ്പോൾ ഐ ഫീൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്നാണ്. താങ്ക് യു സോ മച്ച്. Manchester Airport arrivals entering. പാസ്പോർട്ട് കൺട്രോൾ നേരെ അങ്ങോട്ടേക്കാണ്. ഇമിഗ്രേഷൻ കുറേ നടക്കണം. എത്ര ദൂരം നടന്നു എന്ന് മനസ്സിലായില്ല. ഏകദേശം കുറേ നേരം നടക്കുന്നു. അങ്ങനെ എത്ര നടന്നാലേ നമ്മൾ ഇമിഗ്രേഷൻ എത്തുള്ളൂ. അത്യാവശ്യമുള്ളവർക്ക് ഇതുപോലെ ബഗ്ഗി റൈഡ് കിട്ടും. പാസ്പോർട്ട് കൺട്രോൾ എത്താറായി. ഓക്കെ, ഇമിഗ്രേഷൻ. ഇനി നമ്മൾ ക്യാമറയൊക്കെ എടുത്ത് അകത്ത് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാഗേജ് ക്ലിയറൻസിൻ്റെ അവിടെ വെച്ച് കാണാം. അങ്ങനെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞു. ബാഗേജ് റീക്ലെയിം ആ ഭാഗത്തേക്ക് പോകും. അത് താഴെയാണ്. ഓക്കെ, നല്ല തിരക്കുണ്ട്. ഇതാണ് ഏരിയ, ദിസ് ബെൽറ്റ്. അങ്ങനെ ഫൈനലി ബാഗെല്ലാം കിട്ടി. ഓക്കെ, എനിക്കധികം ബാഗൊന്നുമില്ല, ഈ ഒരു വലിയ ബാഗും പിന്നെ ഞാൻ ചെക്ക് ഇൻ ബാഗ് ഒന്നും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കയ്യിൽ ക്യാരി ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രോളി എടുക്കുന്നില്ല. ട്രോളി എടുക്കുന്നെങ്കിൽ അത് വേറൊരു ചടക്കാണ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വളരെ ലക്ഷൂറിയസ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ആണ് ഈ ഒരു യാത്ര വന്നത്. നമ്മൾ ഇത്തിഹാദിൻ്റെ ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസും എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ പുറത്ത് നല്ല വെയിലാണ്. 9:30-10 മണിയാകുമ്പോഴേ സൺസെറ്റ് ഉള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. അശ്വിനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇതൊരു 10 ദിവസത്തെ ട്രിപ്പാട്ടോ. ഞാൻ 10 ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. 10 days കഴിഞ്ഞ് തിരിച്ചു പോകും. ഇതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ട്രിപ്ലെറ്റ്സിൻ്റെ ബർത്ത്ഡേ, 5ാമത്തെ ബർത്ത്ഡേ ആണ്. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്.
10 ഡേയ്സ് എനിക്ക് വന്ന് നിൽക്കാനുള്ള സമയമുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ കൂടുതൽ ദിവസമൊക്കെ നിൽക്കുമായിരുന്നു. മാഞ്ചസ്റ്ററിലെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.